നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇക്വേഷൻ വളരെ വ്യക്തമാണ്. പാകിസ്ഥാന് സെമി ഫൈനലിലെത്താൻ ശ്രീലങ്കയെ തോൽപ്പിച്ചാൽ മാത്രം പോരാ, മികച്ച മാർജിനിൽ തോൽപ്പിക്കണം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7 മണിക്ക് പള്ളിക്കലയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ശ്രീലങ്ക ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പാകിസ്ഥാന് സെമി ഫൈനലിലേക്ക് എത്താൻ 1% മാത്രമാണ് നിലവിൽ സാധ്യതയുള്ളത്. പക്ഷേ ഒരുപാട് കാൽക്കുലേറ്റർ ഒന്നും എടുക്കേണ്ട, കൃത്യമായ ഇക്വേഷൻസ് റെഡിയാണ്. ഇന്നലെ ന്യൂസിലാൻഡിനു മേൽ ഇംഗ്ലണ്ട് നടത്തിയ അത്ഭുതകരമായ തിരിച്ചുവരവ് വിജയം, അതാണ് പാകിസ്ഥാന് മുന്നിലേക്ക് ഡോർ ഓപ്പൺ ആക്കി കൊടുത്തത്. ഇംഗ്ലണ്ട് ഓൾറെഡി സെമി ഫൈനലിലേക്ക് എത്തിയതാണ്. സോ ഇനിയിപ്പോൾ പാകിസ്ഥാൻ ഓർ ന്യൂസിലാൻഡ് എന്നുള്ളതാണ് ചോദ്യം. ന്യൂസിലാൻഡിന് തന്നെയാണ് കൂടുതൽ സാധ്യത. അവരുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റ് അവർക്ക് സുപ്പീരിയോറിറ്റി നൽകുന്നുണ്ട്. അതായത് അവരുടെ നെറ്റ് റൺ റേറ്റ് 1.39 പാകിസ്ഥാൻ്റെതോ -0.461. സോ ഈ നെറ്റ് റൺ റേറ്റിലെ പ്രശ്നം പരിഹരിച്ച് വിജയിച്ച് കയറണമെങ്കിൽ മാത്രമേ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതിന് ഇക്വേഷൻസ് വളരെ കൃത്യമായിട്ട് റെഡിയാണ്. 64 റൺസിനെങ്കിലും, അറൗണ്ട് 64 റൺസിന് പാകിസ്ഥാൻ വിജയിക്കണം. ശ്രീലങ്കയെ 64 റൺസ് തോൽപ്പിക്കണം. അതെല്ലാം ചേസ് ചെയ്യുകയാണെങ്കിൽ ഏത് ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ 13.1 ഓവറുകളിൽ അത് മറികടക്കണം. സോ ഒട്ടും എളുപ്പമല്ലാത്ത ഒരു ഇക്വേഷൻസാണ്. ബട്ട് ഇമ്പോസിബിൾ എന്ന് പറയാനില്ല. ശ്രമിക്കാം, പോസിബിൾ ആവുമോ നോക്കാം. ആ അർത്ഥത്തിൽ കളി ഒരല്പം ത്രില്ലാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രണ്ട് ടീമുകളും എങ്ങനെ ഇറങ്ങും എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ശ്രീലങ്കയുടെ ടീം ന്യൂസ് നോക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അവരുടെ ടീമിനെതിരെ വരുന്നുണ്ട്. ന്യൂസിലാൻഡിനെതിരെ കയ്യിൽ കിട്ടിയ കളി നഷ്ടപ്പെടുത്തിയ തരത്തിലാണ് മുൻ താരങ്ങളടക്കം പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ടൂർണമെൻറ്റ് അവസാനിക്കാനുള്ള അവരുടെ അവസാന മത്സരമൊക്കെ ഇറങ്ങുമ്പോൾ വലിയൊരു മാറ്റത്തിന് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടതില്ല. കുഷാൽ മെൻഡിസിന് ന്യൂസിലാൻഡിനെതിരെയുള്ള കളിയിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. സോ അദ്ദേഹം ഇന്ന് കളിക്കാനുള്ള സാധ്യത കുറവാണ്. കാമിൽ മിഷാര വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് മടങ്ങിയെത്തിയേക്കും. മറ്റു മാറ്റങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ശ്രീലങ്കയുടെ ഒരു പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ പത്തും നിസാങ്ക, കാമിൽ മിഷാര, ചരിത് അസലങ്ക, പവൻ രത്നായകെ, കാമിൻഡു മെൻഡിസ്, ദാസുൻ ഷനാക്ക, ഡ്യൂഷൻ ഹേമന്ത, തുനിത് വെള്ളാലകെ, ദുഷ്മന്ത ചമീര, മഹീഷ് തീക്ഷണ, ദിൽഷാൻ മധുഷാങ്ക. പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഷെയ്ൻഷാ അഫ്രീദി ഇംഗ്ലണ്ടിനെതിരെ കിടിലൻ ബൗളിംഗ് പ്രകടനം നടത്തിയിരുന്നു. സോ അദ്ദേഹം ടീമിൽ ഇടം പിടിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പേസർ ആരായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. നസീം ഷായോ സൽമാൻ മിർസയോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് ഒരുപാട് മാറ്റങ്ങളിലേക്കൊന്നും അവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ബാബർ അസമിനെ അവർ ഡ്രോപ്പ് ചെയ്യാൻ എന്തുകൊണ്ടോ മടിക്കുന്നു. ബാബർ ആവട്ടെ T20 പറ്റിയ തരത്തിലല്ല ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബാബർ ഒരു കോജാൻ അഫായി എന്നൊരു ചോദ്യമുണ്ട്. മറ്റു വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു പ്രോബ്ലം നോക്കിയാൽ സാഹിബ് സാദ ഫർഹാൻ, സെയ്ം അയ്യൂബ്, സൽമാൻ അലി ആഗ, ബാബർ അസം ഓർ ഖോജാൻ അഫായി. ദെൻ നമ്പർ 5 ഫക്കർ സമൻ, ഷദബ് ഖാൻ, ഒസ്മാൻ ഖാൻ, മുഹമ്മദ് നവാസ് ഓർ ഫഹീം അഷ്റഫ്. രണ്ട് പേസർമാരെ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ദെൻ ഷെയ്ൻഷാ അഫ്രീദി, സൽമാൻ മിർസ ഓർ നസീം ഷാ. സോ അവിടെയും ഏത് പേസർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ നമ്പർ 11 ഒസ്മാൻ താരിഖ്. അപ്പോൾ നമ്പർ 8 ഒരു കൺഫ്യൂഷൻ. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള മുഹമ്മദ് നവാസിനെ കളിപ്പിക്കണോ, അതല്ല പേസ് ബൗളിംഗ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ഫഹീം അഷ്റഫിനെ കളിപ്പിക്കണോ എന്നുള്ള ചോദ്യം വരുന്നു. സോ അത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കണ്ടറിയണം. പിച്ച് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് പാകിസ്ഥാൻ മത്സരത്തിൽ ഉപയോഗിച്ച സെയിം പിച്ചാണ് ഇവിടെ ഈ മത്സരത്തിനും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പിച്ചിൻ്റെ ഒരു സ്വഭാവം പേസ് ബൗളിങ്ങിന് കുറച്ചുകൂടി ഇപ്പോൾ ഇൻക്രീസ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. അതുപോലെ ഹിൻഡ് ഓഫ് ഏർലി മൂവ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ട് ആ പിച്ചിൽ. സോ അതനുസരിച്ച് ടീമുകളിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സെമിയിലെത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യവുമല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഇപ്പോൾ മുമ്പിലുണ്ട്. 64 റൺസിനെങ്കിലും ജയിക്കുക, അല്ലെങ്കിൽ ചേസ് ചെയ്യുകയാണെങ്കിൽ 13.1 ഓവറുകളിൽ ചേസ് ചെയ്യുക. കാത്തിരിക്കാം ഇന്നത്തെ ത്രില്ലർ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.